ഇന്ന് നമുക്കൊരു ബീഫ് കറി ഉണ്ടാക്കാം. നല്ല ബീഫാണ്, അര കിലോ ബീഫ്. അതിന് ഞാൻ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ചേർക്കാനായിട്ട് തക്കാളിപ്പഴമുണ്ട്, കറിവേപ്പിലയുണ്ട്, ഇഞ്ചി വെളുത്തുള്ളിയും പെരിഞ്ചീരകവും മസാലയും കൂടെ ചേർത്ത് പൊടിച്ചതാണ്, അങ്ങനെ ഞാൻ വയ്ക്കുന്നത്. പിന്നെ കൊച്ചുള്ളിയുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പിലോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഒരുപാടങ്ങ് വേണ്ട, നെയ്യൊക്കെ ഉള്ളതല്ലേ. പിന്നെ നമുക്ക് നല്ല എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ഇടാം, കുറച്ച് മതി, കുറച്ച് ഉലുവ ഇടാം. അതങ്ങോട്ട് പൊട്ടട്ടെ. അത് പൊട്ടി വരുമ്പോൾ ചുമക്കണം, എന്നാലേ കൊള്ളൂ. ഇത് ചൂടായി പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് ഈ ബീഫിലോട്ട് നമുക്ക് ഈ മസാല ചേർത്ത് വയ്ക്കാം. മസാല ചേർത്ത് കുറച്ച് പൊടിയും ഇട്ട് വിരവി വെക്കണം. നമ്മൾ നല്ലോണക്ക് ഞെവിടി കുറച്ച് പൊടിയും ഇട്ട് നല്ലോണക്ക് ഞെവിടി എടുത്ത് വെച്ചേക്കണം. അങ്ങനെ വെക്കണതാണ് നല്ലത്. ഒരുപാട് ഉള്ളിയൊക്കെ ചേർത്ത് ബീഫ് വെച്ചാൽ കൊള്ളത്തില്ല. അതാണ് നമ്മൾ കുറച്ച് സാധനമേ ചേർക്കുള്ളൂ. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം നിങ്ങൾ കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ചൂടാക്കി ഇങ്ങനെ വിരവി നല്ലോണക്ക് ഞെരടി ഇങ്ങനെ എടുത്ത് വെക്കണം. ഉപ്പ് ഇട്ടങ്ങ് വിരവി വെച്ചിട്ട് വേണം ഇത് വെക്കാൻ. അപ്പോഴത്തേന് നമ്മുടെ ഉലുവ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. എന്നിട്ട് നമ്മൾ ഉള്ളി ഇടുക. കുറച്ച് ഉള്ളി ഇടാം, ഒരുപാട് ഉള്ളി ഇട്ടാൽ കൊള്ളത്തില്ല. ഇങ്ങനെ വെച്ച് നോക്കുന്നത് ആ ഉള്ളി ഇങ്ങനെ ചൂടാക്കി ഒന്ന് വാടി വരട്ടെ. ഒരുപാടങ്ങ് വാടാൻ നിൽക്കുകയൊന്നും വേണ്ട. നല്ലോണക്ക് വാടി വരുമ്പോൾ ഒരുപാടങ്ങ് വാടാൻ നിൽക്കേണ്ട, കുറച്ച് ജസ്റ്റ് ഒന്നൊന്ന് വാടിയാൽ മതി. ഇങ്ങനെ കുറച്ചിട്ട് വെച്ചാലാണ് നല്ല ടേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് തക്കാളിപ്പഴം ചേർക്കാം, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. കറിവേപ്പില എത്ര ഇട്ടാലും നല്ലതാണ് ബീഫിന്. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ലതാണ് ഇങ്ങനെ ബീഫ് കറി വെക്കാം. ഒന്ന് വാടട്ടെ. കുറച്ച് സാധനങ്ങൾ ഉള്ളിയൊക്കെ ഇടുകയുള്ളൂ, തോനെ ഇട്ടാൽ കൊള്ളുന്നു. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. ഒരുപാട് ഉള്ളിയൊക്കെ വാരി ബീഫിനിട്ടാൽ മതിരിക്കത്തേ ഉള്ളൂ. ഇത് ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കണം. ഒരു 10 ഉള്ളിയെ കാണും, 10 12 ഉള്ളി, അത് കൂടുതലില്ല. ഒരു പച്ചമുളക്, ഇനി ഒരു പച്ചമുളകുള്ള ഇടാം, ഒരു പച്ചമുളക് ഇടാം. അതുപോലെ ഇളക്കിയിട്ട് നമ്മൾ ഇത്ര വാടിയാൽ മതി, അതിൻ്റെ ആവശ്യമില്ല. ഇത് വാടി കഴിയുമ്പോൾ നമുക്ക് ഈ മസാല പൊടിച്ചത്, ഇഞ്ചി മസാലയും കൂടെ പൊടിച്ചതാണ്, അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നല്ലോണക്ക് ഇളക്കുക. ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതി. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ബീഫിനെ എടുത്ത് അങ്ങോട്ട് തട്ടിക്കൊടുക്കാം. തട്ടി നല്ലോണക്കൊന്ന് ഇളക്കുക. ഇങ്ങനെ നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇച്ചിരി ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരുപാടങ്ങ് വേണ്ട, കുറച്ച്. ഒരുപാടങ്ങ് വെച്ചാലും കൊള്ളില്ല. എന്നിട്ട് നമ്മൾ ആ അരപ്പ് ഇടുന്നില്ല, അതൊരു ശകലം വേണം, ഒരുപാട് വേണം. ഉപ്പുമൊക്കെ ഇട്ടാണ് നമ്മൾ വിരവി വെച്ചത്. ഇനി ഈ വെള്ളത്തിലിരുന്ന് ഇറച്ചി വേണം. തീയൊന്ന് കുറച്ചില്ല. ഈ ഇറച്ചിയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ പിന്നെ ഒരുപാട് വെള്ളം അങ്ങ് വെക്കേണ്ട. പിന്നെ ഉള്ളിയുടെ വെള്ളവും എല്ലാം കൂടെ ആകുമ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇറക്കാറാകുമ്പോൾ ഇത് തുറന്ന് കഴിഞ്ഞിട്ട്, കുക്കറൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് തണുക്കുമ്പോൾ നമ്മൾ തുറക്കുമല്ലോ. അപ്പോൾ തുറക്കുമ്പോഴത്തേന് നമ്മളൊരല്പം വെളിച്ചെണ്ണ ഒഴിക്കുക, ഇറക്കുക. സൂപ്പറായിരിക്കും. ഇതിങ്ങനെ നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും.